ബീഹാറിൽ പ്രചാരണം കൊഴുപ്പിച്ച മുന്നണികൾ ബിജെപിയുടെ താരപ്രചാരകരാണ് എൻഡിഎ റാലിയിൽ നയിക്കുന്നത്. പ്രധാനമന്ത്രി 12 റാലികളിൽ പങ്കെടുക്കും. അതേസമയം 5 സീറ്റുകളിലെ കോൺഗ്രസ് ആർജെഡി തർക്കം ഇപ്പോഴും തുടരുകയാണ്. വോട്ടെടുപ്പിന് 18 ദിവസങ്ങൾ ബാക്കി നിൽക്കെ പോരാട്ടം ശക്തമാക്കുകയാണ് മുന്നണികൾ. ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ആർജെഡി സ്ത്രീ വോട്ടർമാരെയാണ് ലക്ഷ്യം വെക്കുന്നത്. 2 പതിറ്റാണ്ട് കാലത്തെ നിതീഷ് കുമാറിന്റെ ഭരണം ബീഹാറിനെ പിന്നോട്ടടിച്ചുവെന്ന് തേജസ്വി യാദവ് ആരോപിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയും അഴിമതിയും തൊഴിലില്ലായ്മയുമാണ് മഹാസഖ്യത്തിന്റെ പ്രചാരണായുധം. അതേസമയം സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിലെ പ്രതിസന്ധി ഒഴിഞ്ഞിട്ടില്ല. ആർജെഡി കോൺഗ്രസ് സീറ്റ് ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടെങ്കിൽ പോലും 6 സീറ്റുകൾ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതേസമയം ബിജെപി പ്രചാരണ രംഗത്ത് മുന്നേറുകയാണ്. അടുത്ത ആഴ്ചയോടുകൂടി പ്രമുഖ നേതാക്കളെല്ലാം സംസ്ഥാനത്തെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 റാലികളിലാണ് പങ്കെടുക്കുന്നത്. മോദിയെ മുൻനിർത്തി ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ബിജെപിയുടെ പതിവ് ശൈലിയാണ് ബീഹാറിലെയും പ്രചാരണായുധം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്ത് തുടരുകയാണ്. 121 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നവംബർ 6-നാണ് നടക്കുന്നത്. മീഡിയ 1, ഡൽഹി.